ഷുഹൈലേട്ടാ, കല്യാണ വീട്ടിലെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഏത് അച്ചാർ? മുന്തിരിയും മുളകും കൂടിയുള്ള അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ സർഫൽ ബക്കറ്റ് പിടിച്ച് കാണിക്കുന്നുണ്ട്. ബക്കറ്റ് വെച്ചടാ. ചക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് സർഫലി എന്ത് ചെയ്ത് വെള്ളം ഒഴിച്ചിക്കണം. 2000 പേർക്കുള്ള അച്ചാർ. ഈ ചക്കര ഉരുക്കാൻ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വാ കേട്ടോ. കൊണ്ടിട്ടോ കത്തിച്ചാ. അപ്പോൾ സർഫലി ഇപ്പോൾ കത്തിക്കൂട്ടാ. ചക്കര തളപ്പ കിട്ടാ. ഓഫാക്കി, ഗ്യാസ് ഓഫാക്കിട്ടാ. ശുദ്ധമായ കേരള വെളിച്ചെണ്ണ 1 ലിറ്റർ ഒഴിക്കട്ടെ ഇതിലേക്ക്. എണ്ണ ചൂടായ കടുകിടാ. കടുക് പൊട്ടിയാൽ ഉലുവ കേട്ടാ. ഉലുവ പൊട്ടിയ കറിവേപ്പിനിടാ. ഇത് മുളക് ഇട്ടാ. അച്ചാറിനുള്ള മുന്തിരി കൈക്കൊണ്ട് കിട്ടാ കോയ. ഏകദേശം 8 ലാന് മുന്തിരി ഉണ്ട്. ലോക്കൽ മുന്തിരി പറഞ്ഞു കോയ പറഞ്ഞു. ലോക്കൽ മുന്തിര കൈ വൃത്തിയാക്കി വെച്ച് മുന്തിരി തീക്കട്ടെ കേട്ടാ. അച്ചാർ പൊടി ഇടട്ടാ. മുളകുപൊടി ഇടാം. ഒരു 500 മുളകുപൊടി. നല്ല മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചെടുക്കട്ടെ കുറച്ചിട്ടാ. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടാ. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും. ചക്കര ഉരുക്കി പോരാട്ടാ. കച്ചറ ഉണ്ടാവുന്ന സർഫലി പറയണത് ചക്കരയിൽ നല്ല ചൂണ്ട് സർഫലിയാ. അച്ചാറിൻ്റെ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞിക്കണ്. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ ഇപ്പോൾ വരും കേട്ടോ. കുറച്ച് പൊടിപ്പിട കേട്ടോ. ലാസ്റ്റ് പുളി വീഞ്ഞ വെള്ളതാ. സ്കോയും നമ്മളെ സിയാമ്പാട ഇതിലേക്ക് ഒഴിക്കണട്ടാ. നിക്കട ഒഴിച്ചോളൂ മക്കളെ. അങ്ങനെ പുളി അച്ചാർ കലണ്ട് പുളി മുളകച്ചാർ ഇട്ടാ. ഇതൊരു 1.5 ടേസ്റ്റ് ആയിക്കണം. അവസാനം കുറച്ച് പഞ്ചസാരയും പാടെ ആഡ് ചെയ്യട്ടാ. നിക്കട്ടെ ചെയ്യാവ. മതി. പുളി എന്ന് പറഞ്ഞാൽ മുന്തിരിയും അതേപോലെ തന്നെ മുന്തിരി മുളക് ഉള്ള അച്ചാർ റെഡി ആക്കി കിട്ടാം. സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. സുഖസുന്ദരമായിട്ട് ആർക്കും ഉണ്ടാക്കാം. അത് ഏകദേശം 12,000 ആക്കുള്ള അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി ഇത് രാവിലേക്കൊക്കെ കുറച്ചും പാടെ കുറുകും, കുറച്ചും പാടെ മധുരം വരും. ഒന്നും പാടെ കുറുകൂല പോയ ടൈറ്റാവും, ഒന്നും പാടെ ടൈറ്റാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.